ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും ഇന്ന് മലയാളികൾക്കെല്ലാം തന്നെ ഏറെ സുപരിചിതരായ വ്യക്തികളാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായി എത്തിയതിനു ശേഷം ഇവർ കൂടുതൽ ആളുകൾക്കിടയിൽ സ്വീകാര്യത നേടുകയും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ശേഷം തങ്ങളുടെ ജോലിയും വ്ലോഗിങ്ങും എല്ലാമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പോൾ ഇതാ തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വീഡിയോ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നൂറ അതികഠിനമായിട്ടുള്ള പനിയിലായിരുന്നുവെന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത വിധം ശരീരവേദനയും ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയും തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പലരും എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ അപ്ഡേറ്റ് ഇപ്പോൾ നൽകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. കുറച്ച് ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. കടുത്ത പനിയും ശരീരവേദനയുമായിരുന്നു. ശാരീരികമായി ഞാൻ ഇതുവരെ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും കഠിനമേറിയതായിരുന്നു. അത് ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ എന്നെ ബുദ്ധിമുട്ടിച്ചു. പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ എനിക്കിപ്പോൾ സാധിച്ചിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ പൂർവാധികം ശക്തി പ്രാപിച്ച് ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് തന്നെ എത്തും. വിശ്രമവും ചികിത്സയും ഇനിയും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരുടെ നിരന്തരമായിട്ടുള്ള പിന്തുണയും കൊണ്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു പനി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ബാത്റൂമിൽ പോകാൻ പോലും മറ്റുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ ഭേദമായതിനാൽ ഞാൻ ഏറെ നന്ദിയുള്ളവളാണ്. ഇപ്പോൾ പതുക്കെ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചവർക്കും എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ തന്നെയും ചോദിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട് തന്നെയാണ് നൂറ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്. നൂറയ്ക്ക് എല്ലാമായിട്ട് കൂടെ പാർട്ട്ണറായ ആദിലയുമുണ്ട്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ദമ്പതികൾ തന്നെയാണ് നൂറയും ആദിലയും. ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ളതിലുപരി ബിഗ് ബോസ് മലയാളം സീസൺ 7 ചുണക്കുട്ടികൾ എന്ന പേരിലാണ് ഇന്ന് ഇരുവരും അറിയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെ. അങ്ങനെയാണ് തനിക്ക് ബാധിച്ച അസുഖത്തെക്കുറിച്ചും ഇപ്പോൾ ചികിത്സയിലൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നൂറ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എത്രയും പെട്ടെന്ന് തന്നെ നൂറയ്ക്ക് പഴയതുപോലെ ഉത്സാഹവതിയായി തിരികെ എത്താൻ എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാനും സാധിക്കട്ടെ എന്നൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത്.